ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഇൻട്രോ കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചു കേട്ടോ. അപ്പൊ ഞാനും അമ്മയും കൂടി ഇന്ന് ഒരു ഈവനിങ് വ്ലോഗ് എടുക്കാനായിട്ട് പ്ലാൻ ചെയ്തു. അതെ. അപ്പം ഞങ്ങൾ ഇന്ന് എവിടെ പോവാ? നമ്മൾ സ്വല്പം അപ്പുറത്തോട്ട് നടക്കാൻ പോവാണ്. അന്നേരമുള്ള കാഴ്ചകളൊക്കെ ഒപ്പിയെടുത്തോണ്ട് വരാന്ന് വെച്ചു. അതെ. അപ്പൊ കുട്ടമ്മോൻ ഇല്ലാത്ത എന്നാന്ന് വെച്ചാൽ, കുട്ടമ്മോൻ നമ്മുടെ സ്റ്റെയറിന്റെ പണിയൊക്കെ തീർന്നു. അപ്പൊ പെയിന്റ് അടിക്കാൻ വേണ്ടി അതൊക്കെ ഒന്ന് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇന്ന് ചേട്ടൻ പണിയാനില്ലായിരുന്നു. ചേട്ടൻ ഉച്ചയായപ്പോ പോയി കേട്ടോ. ഉച്ച വരെ ഉള്ളായിരുന്നു. പപ്പ അതിന്റെ ബാക്കി പണികളൊക്കെ ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഉള്ളൂ. ഞങ്ങളുടെ ഒരു ഈവനിങ് വ്ലോഗാണ്. അപ്പൊ എല്ലാരും ഓടിപ്പോയി കണ്ടിട്ട് പോയോ? സ്ലോ മോഷൻ ആണല്ലോ. സ്ലോ മോഷൻ ആയിട്ടല്ല, എപ്പോഴും വണ്ടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടേ കാലിന് വേദന എടുക്കുമോ, നടക്കാൻ പറ്റത്തില്ല, നടന്നിട്ട് അങ്ങോട്ട് നീങ്ങുന്നില്ല. ഇത് നമ്മുടെ പപ്പാടെ വീട്ടിലേക്ക് പോകുന്ന വഴി കേട്ടോ. താഴോട്ട് പോകും. ഇങ്ങനെ നീണ്ട് കിടക്കുവായി പറമ്പ്. നൈസല്ലേ? പുല്ലാടുന്നുണ്ടോ? ഏതാ? അതെന്നാ ചെടിയാ അല്ലേ? ആമ്പലിന്റെ മുട്ട പോലെ നല്ല രസമുണ്ടല്ലേ. അപ്പോൾ ഇതൊക്കെ കാണണമെങ്കിൽ ഇങ്ങനെ ഇറങ്ങി നടക്കണം കേട്ടോ, അല്ലാതെ ഇതൊക്കെ കാണാൻ പറ്റുമല്ല അല്ലേ. കാറ്റിൽ പുല്ലൊക്കെ ഇങ്ങനെ ആടുന്നുണ്ടോ. ചെറിയൊരു വെയില്, ചെറിയൊരു കാറ്റ് കൂടെ ഞങ്ങൾ. എന്നിട്ട് ഞാൻ ഈ ചെടി ഇപ്പഴാണ് ഫസ്റ്റ് വണ്ടിക്കല്ലേ വരുന്നത്. കൺമഷി പോലെ കനവിൽ പിൻവിളി പോലെ കാത്തിരിക്കാൻ കൂട്ടുപോകും കുരുവികളെ, വയലിൽ നിൻമണി പോലെ ചിമിഴിൽ ചെറുത്തിരി പോലെ ഓർത്തു വയ്ക്കാൻ കൂട്ടുപോരും കുയിലുകളെ. കൊങ്ങിണിപ്പൂവാണോ കൊങ്ങിണിയുടെ കായാണോ പറിക്കുന്നേ? നേരത്തെയൊക്കെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴേ ഇങ്ങനെ 4 മണിയൊക്കെ വിട്ട് വരുമ്പം കൊങ്ങിണിയുടെ പഴുത്ത കായൊക്കെ പറിച്ച് തിന്നുകൊണ്ടായിരുന്നു വരുന്നത്. അതെ, ഇപ്പോഴുള്ള പിള്ളേരൊന്നും പറിക്കുകയില്ല. ഞങ്ങളൊക്കെ അതിൻ്റെ പഴമൊക്കെ തിന്നാൻ കൊള്ളാം. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇതൊക്കെ പറിച്ച് തിന്നുമായിരുന്നു വഴിയെ വരുമ്പം, കൂട്ടുകാരൊക്കെ കൂടി. ഞങ്ങൾ കൊച്ചിലെ ഇങ്ങനെ ഇവിടെ എൻ്റെ LP സ്കൂളിലാണ് ഞാൻ പഠിച്ചപ്പോൾ ഇതിങ്ങനെ പറിക്കും. കുറേ ഇങ്ങനെ പറിച്ചിട്ട് ഇങ്ങനെ പാറയുടെ ഇങ്ങനെ കുരുണ്ടല്ലോ, അതിൻ്റെ അകത്തൊക്കെ കൊണ്ടുപോയിട്ടിട്ട് കല്ല് വെച്ച് ഇട്ടിച്ചിട്ട് ചരച്ച് ഒരുമാതിരി ആക്കുമായിരുന്നു. അതൊക്കെയായിരുന്നു സ്ഥിരം പരിപാടി. അത് ശരി. ഇന്റർവെല്ലിനൊക്കെ വിടുമ്പോഴല്ലേ, കുഞ്ഞില് 2, 3, 4 പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്. അന്നേരം ഇപ്പം പാല് മേടിക്കാൻ വരുവാണോ എൻ്റെ കൂടെ? പാല് മേടിക്കാൻ വരുക ആണോ? ചുമ്മാ ആൾക്കാരൊക്കെ കണ്ടിട്ട് തന്നെ കുറേ നാളായ പോലെ വീട്ടിൽ തന്നെ ഇരിപ്പല്ലേ. ഞാൻ പാല് മേടിക്കാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ മാളക്കുട്ടി എന്നോട് പറഞ്ഞു കേട്ടോ, ഞാനും വരും, എൻ്റെയും കൈയും കാലും ഒക്കെ ഒന്ന് ഓടട്ടെ. ഞാൻ വീട്ടിൽ ഇരുന്ന് മടുത്ത്. വീട്ടിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടോ ചെയ്യും, അല്ലെ കുറച്ച് നേരമൊക്കെ പപ്പാടെ കൂടെ പോവും, പറമ്പിൽ പോവും, അല്ലെ അങ്ങനെ അങ്ങ് വീട് കൊണ്ട് അങ്ങ് ഒതുങ്ങി. അല്ലെ പുറത്തോട്ട് അങ്ങനെ പോകുന്നേ ഇല്ല. വല്ല കാലത്തൊക്കെ ഉപ്പുപാറയ്ക്കും സിറ്റിക്കും ഒക്കെ പോവുള്ളൂ. ചേട്ടായി ഉണ്ടായിരുന്നപ്പം കൊച്ചും ചേട്ടായിക്കും കൂടെ വൈകിട്ട് ഒരു ചായ കുടിക്കാനൊക്കെ പോവായിരുന്നു. ഇപ്പൊ അവൻ പോയ പിന്നെ അങ്ങനെയൊന്നും പോക്കൊന്നുമില്ല. അതുകൊണ്ട് വീട് കൊണ്ട് ഒതുങ്ങി പോയോണ്ട് ഇപ്പൊ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ അമ്മയുടെ കൂടെ ഒക്കെ വരാനേ പറ്റുള്ളൂ. മനുഷ്യരെയൊക്കെ ഒന്ന് കണ്ട് നമ്മളൊന്ന് ഇടപെടണം, മനസ്സിനൊരു ആനന്ദം കിട്ടണം അല്ലേ. എന്നാ ഇപ്പം ഇടപെടാൻ വന്നിട്ട് ഈ റോഡിൽ ഒരു മനുഷ്യൻ പോലും ഇല്ലല്ലോ. ഞാൻ ഇടപെടാൻ വന്നിട്ട് ഇവിടെ ആരുമില്ല. ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് കണ്ടില്ല. പെരക്കകത്താ. ഇപ്പൊ ഈ നട്ടുച്ചയല്ലേ, ഈ വെയിലുള്ള ആർക്കും മനസ്സില്ല. 3:45 പാല് വേണ്ടി വരും, അത് പോകും. എന്നാ നമുക്ക് പോകാം. രസമുണ്ടല്ലേ? അതെ അതെ, എല്ലായിടത്തും ഒരു പിങ്ക് കളറൊക്കെ അല്ലേ. നമ്മുടെ ബോഗൻവില്ല, നമ്മുടെ അവിടെ എന്തുവാ, ഏതൊരു കളറാ? പിങ്ക് കളർ. പിന്നെ ഒരു വെള്ള പോലത്തെ ഉണ്ടായി വരുന്നുണ്ട്. വന്നതാ. വയലറ്റ് അല്ല, അത്രേ നല്ല കളറാ. ചുമ്മാ അടിച്ചാൽ മതിയില്ല അതിന്റെ ചോട്ടിന്ന്. അത് ഇങ്ങനെ പന്തലിച്ച് നിൽക്കുവാനുള്ളത് ഉണ്ടോ? നല്ല രസമുണ്ട്. ഇതൊത്തിരി പൊങ്ങിപ്പോയി. അത് വെട്ടുവിടാനൊന്നും ആരും ഇല്ലല്ലോ. ആ വീട്ടിൽ ആളില്ല കേട്ടോ. ആ വീട്ടിൽ ആളില്ലാത്തതുകൊണ്ട്
ഇങ്ങനെ ആയിപ്പോയി. മിക്ക ദിവസവും ഞാൻ പാലും പാത്രം എടുത്തിട്ട് 3:45 ഇങ്ങോട്ട് വഴിയിലോട്ട് വരും. അപ്പറ വെച്ച മേടിക്കുന്ന ഇന്ന് നമുക്ക് അപ്പൻ്റെ അനിയൻ്റെ വീട്ടിൽ പോകേണ്ട ഒരു കാര്യമുണ്ട്, അതുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി മുന്നോട്ട് നടന്നു പോന്നു. അന്നേരം ആ ചേട്ടനെ ഇപ്പം എന്നോട് ചോദിക്കുമായിരുന്നു, കുറച്ച് ദിവസമായിട്ട് കാണുന്നില്ലല്ലോ, ഏകദേശം ഒരു 2 മാസത്തോളമായി ഇവിടെ ഉണ്ടായിരുന്നു എന്നല്ലേ. ഇവിടെ ഉണ്ടായിരുന്നോ, കാണുന്നില്ലല്ലോ, 4 മണിക്ക് എന്നാ വരഞ്ഞെന്നൊക്കെ ചോദിച്ചു. അന്നേരം ഒന്നാമത്തെ കാര്യം ചേച്ചി വന്നുകൊണ്ട് തിരക്കായിപ്പോയി, പിന്നെ മറ്റു കാര്യങ്ങളും. ചേച്ചി വന്ന പിന്നെ പാല് മേടിക്കാൻ ഇറങ്ങിയിട്ടേ ഇല്ല, എല്ലാം കടയിലായിരുന്നു കേട്ടോ. അത് അപ്പനും മോളും കൂടെ എന്നും സർക്കിട്ടിന് പോയിട്ട് വരുമ്പോൾ മേടിച്ചോണ്ട് വരും. അതുകൊണ്ട് പിന്നെ ഞാൻ പാല് മേടിച്ചില്ലായിരുന്നു. ഒത്തിരി ദിവസം കൂടിയാ. എന്നാൽ ഇത് നല്ല പാലാണ് കേട്ടോ, എനിക്ക് കവർ പാലിനൊക്കെ ഇഷ്ടം ഈ പാലാണ്. എന്നാൽ നല്ല പാലൊക്കെ ഇന്ന് മേടിച്ചേക്കാന്ന് വെച്ച്. മടുത്തോ? ഇങ്ങനെ വീട്ടിൽ വന്നല്ലേ? അങ്ങനെ വീട്ടിൽ വന്നു. നമ്മുടെ മുയലും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ, അവർക്ക് ഇച്ചിരി തളുത്ത ഇലയൊക്കെ പറിച്ചു വഴിയുന്ന എന്നും പുല്ലൊക്കെ നമ്മൾ പറിച്ചിട്ട് കൊടുക്കുന്നതേ. ഇത് കൂട്ട ഇലയൊക്കെ കൊടുക്കണേ, കൊന്തം പുല്ല്, പ്ലാക്കാടിയൊക്കെ അതുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അന്നേരം പിന്നെ ഒച്ച വെക്കുന്നത് പൈപ്പിൽ കൂടെ ഇന്ന് നമുക്ക് വെള്ളം വരുന്ന ദിവസം കേട്ടോ, ഏറെ കയറുന്നതിൻ്റെ ഒച്ചയാണ്. അന്നേരം ഇതൊക്കെ വെച്ച് പറിച്ചുകൊണ്ട് വന്നു, പാല് മേടിച്ചതും തിന്നു. അന്നേരം ശ്വാസം മുട്ടിയിട്ട് ഒന്നും പറയാൻ നടക്കുന്നില്ലല്ലോ അങ്ങനെ, എപ്പോഴും വണ്ടിക്ക് പോകുന്നതുകൊണ്ട്. കൊച്ചച്ചയുടെ അടുത്ത് പോയി, അവിടെ കൊച്ചച്ചിയില്ലായിരുന്നു, അവരെല്ലാവരും ഉണ്ടായിരുന്നു, വർത്താനമൊക്കെ പറഞ്ഞു തിരിച്ചു പോന്നു. ഞാൻ വെള്ളം പിടിക്കട്ടെ, വെള്ളം വന്നു. അതെ, വെള്ളം പോയി പിടിച്ചോ. ഇത് എന്നതാ കയ്യിലിരിക്കുന്നേ? മുയലും കുഞ്ഞിനെ പോയി എടുത്തോണ്ടോ? അയ്യോടാ, കറമ്പനയാണല്ലോ. കറമ്പന 2-3 പേര് കറമ്പന. 6 കുഞ്ഞുങ്ങളുണ്ട്. 4 കറമ്പനും 2 ചാരയും. ബാക്കി ഞാൻ കണ്ടില്ല. ഞാൻ ഇവൻ പുറത്ത് ചാടിയിരിക്കുവായിരുന്നു, അതുകൊണ്ട് ഞാൻ ഈ അടുത്തൊന്ന് വന്നു. കണ്ണ് തുറന്നോടാ? കണ്ണൊക്കെ തുറന്നു. കണ്ണ് തുറന്നില്ല ഞാൻ പോയി എടുക്കത്തില്ല. കണ്ണ് തുറക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. കണ്ണ് തുറക്കാതെ എടുത്തിട്ടുണ്ട്, കണ്ണ് തുറക്കാൻ പിന്നെയും താമസിക്കും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. നഖമൊക്കെ വന്നു, നടക്കൊക്കെ ചെയ്യും. തനി കിറപ്പാണേ. എടാ 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 ഇങ്ങോട്ട് നോക്കടാ. സാറ് ഇപ്പൊ ഇവന് കണ്ടിട്ട് ഓടി വന്നേ, ഇങ്ങോട്ട് അങ്ങ് പോയി കണ്ടിട്ട്. തറയിലോട്ട് വിട്ടാൽ നടക്കോ ഇല്ലയോ നമുക്ക് നോക്കാം. നമുക്ക് അവിടെ വിടാം. അയ്യോ, ടൈലിന്റെ കറുപ്പും ഇവന്റെ കറുപ്പും കൂടെ ആകുമ്പോ രസമാണല്ലോ. തിരിച്ചറിയാവോ? എടാ മോനെ, എടാ. കൂട്ടുകാരൊക്കെ എന്ത് ചെയ്യുന്നു നോക്കുക. കൂട്ടുകാരല്ല, കൂടപ്പുറപ്പ്. എന്തിയാടാ നിന്റെ കൂടപ്പുറപ്പൊക്കെ? നടക്കാൻ അറിയത്തില്ല, ഇതിങ്ങനെ തെന്നി പോവല്ലേ. ടൈലേ വെച്ചേക്കുന്നുണ്ടല്ലേ, പെയ്യെ പെയ്യെ ഇഴഞ്ഞു പോകുന്നുണ്ട്. അയ്യോടാ, ഈ കാലം കുത്തുന്നു പോലും ഇല്ല, ചാടി ചാടി പോവാ. നീ എന്തിയാ പോന്നെ? അങ്ങോട്ടാ പോന്നെ, ഇങ്ങോട്ട് നടക്കുന്നില്ലല്ലോ. ഇങ്ങോട്ട് പുറകോട്ട് അങ്ങോട്ടാ പോന്നെ. കൊച്ചവിടെ ഇരിക്കുന്നുണ്ടായിരിക്കും. അറിയാവോ ഈ കളർ ഇതേ വെച്ചിട്ട്? അറിയാവോ? അറിയാം. ഇത് ചെറുതാ കേട്ടോ, കൂട്ടത്തിലെ ഏറ്റവും കുഞ്ഞതാ. ഇച്ചിരിയുടെ വലുതാണ്, ബാക്കിയുള്ളതല്ല. മാളക്കുട്ടി എപ്പം മുയലും കുഞ്ഞുങ്ങളുണ്ടായാലും ഏറ്റവും ചെറുതിനെ പോയി എടുത്തോണ്ടേ വരുള്ളൂ. ഏറ്റവും ഇളയതിനെ അവർക്ക് ഇഷ്ടം. അത് നീ ഇളയതായോണ്ടാണോ? ഞാൻ അല്ലേലും ഏറ്റവും കുഞ്ഞതിനെ പോയി പിടിക്കുള്ളൂ. ഏറ്റവും കുഞ്ഞതിനെ പോയി പിടിച്ചെടുത്തോണ്ട് വന്ന് കൊഞ്ചിച്ച് അനങ്ങാതിരിക്കുന്നുണ്ട്. തൂക്കുമ്പോ ഉറങ്ങും. ഇങ്ങനെ എടുത്തു വെച്ചാല് ഒരു 10 മിനിറ്റ് കഴിയുമ്പോ ഉറങ്ങും. ഇതുണ്ടോ കൈയുടെ ചൂടല്ലേ? അയ്യോടാ, ഇച്ചിരിയേ ഉള്ളൂ. ഉറങ്ങി. ഇതൊക്കെ കാണുമ്പോ നമ്മുടെ കുഞ്ഞു പിള്ളേർക്ക് ഭയങ്കര സന്തോഷമാകും കേട്ടോ. ഭയങ്കര ഇഷ്ടമാകും കുഞ്ഞുപിള്ളേർക്കും. കുഞ്ഞു പിള്ളേരൊക്കെ ചോദിക്കും, അമ്മേ കണ്ണ് കണ്ടോ അമ്മേ, ചെവി കണ്ടോ അമ്മേ എന്നൊക്കെ ചോദിക്കും. കുഞ്ഞ പെവി, കുഞ്ഞ മൂക്ക്. എനിക്കിഷ്ടമാണ്. കുറച്ചുകൂടി ഇങ്ങനെ വലുതൊക്കെ ആയി കഴിയുമ്പോൾ ഇത് മാന്തൊക്കെ ചെയ്യാം. അന്നേരം പിന്നെ ഞാൻ എടുക്കത്തൊന്നുമില്ല. എനിക്ക് കോഴി കുഞ്ഞാണേലും എല്ലാം കുഞ്ഞായിരിക്കുമ്പോ ഞാൻ എടുക്കും കേട്ടോ. പപ്പ ഇപ്പൊ എന്നോട് ചോദിച്ചുള്ളൂ, എന്റെ മക്കളെയൊക്കെ ആരാ പോയി എടുത്തേ? ഇതെല്ലാം പപ്പാടെ മക്കളാ കേട്ടോ. ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു, ഒരെണ്ണം നമുക്ക് ഉണ്ടായപ്പോഴേ കിട്ടിയില്ല, ബാക്കി എല്ലാരെയും കിട്ടി. ഇപ്പൊ എടുത്തോണ്ട് വന്ന് കാണിച്ചു എന്നാന്ന് വെച്ചാൽ ആളെ ചേച്ചിയാണേലും വീഡിയോ കാണുമ്പോഴേ അവളാണേലും കാണുമല്ലോ. ചേച്ചി വന്നപ്പോ ചേച്ചിക്ക് ഇതിനൊന്ന് ഇച്ചിരി വലുതായിട്ടൊന്ന് കണ്ടിട്ട് പോണോന്നുണ്ടായിരുന്നു. സമയം കിട്ടിയില്ലല്ലോ. സമയം കിട്ടിയില്ല. എന്നാടാ പോവേ? ഇത് കാലൊക്കെ വെച്ചേക്കുന്നുണ്ടോ? ഇത് കൊള്ളാം. എന്റെ വിരലിന്റെ ഇടയ്ക്കൂടെ അത് അങ്ങനെ ഇരിക്കുന്നയാ കണ്ടോ. താഴോട്ട് ചാടാൻ നോക്കുന്നുണ്ട്. തല പോലെ ചാടി തല ഇടിച്ചിട്ടുണ്ടായാല് ചത്തു കൊണ്ട് വെച്ചേക്ക. തള്ള അല്ലേ ഇതാവും. സങ്കടപ്പെടും അല്ലേ?
ഇപ്പം അവിടെ നിന്ന് കരയുമായിരിക്കും എൻ്റെ ഒരു കുഞ്ഞിനെ കണ്ടില്ലല്ലോ എന്ന് ഓർത്തോണ്ട്. പിന്നെ തള്ളമാർക്ക് വിഷമമുണ്ട്, പെട്ടെന്ന് അങ്ങ് വന്ന് എടുത്തോണ്ട് പോകുമ്പോ പിന്നെ വിഷമം. അമ്മയ്ക്ക് പിന്നെ വിഷമില്ലേ, മുയലിന് അമ്മയ്ക്ക് വിഷമം കാണും. കാണും കാണും കാണും. എക്സ്ക്യൂസ് മീ, തൂത്ത് അങ്ങോട്ട് പോവരുത്. കണ്ടസ്വാമി മഴയ്ക്ക് മുമ്പേ കരിയില ഒന്ന് തൂത്തുവാരി കളയുവാണെങ്കിൽ നല്ലതല്ലേ. അല്ലെങ്കിൽ കരിയില കയറിയിട്ട് വെള്ളം വരുന്ന ഓവ് അടഞ്ഞു പോവുക. എന്നും ഇപ്പോൾ ഓവ് കുത്തി കളയാൻ വേണ്ടി കയറാൻ പറ്റത്തില്ല. അതുകൊണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ പെയ്ത മഴയ്ക്ക് കാറ്റത്ത് വീണ കരിയിലയാണ്. അതെല്ലാം ഒന്ന് തൂത്ത് പറക്കി കളയുവാണേ. ഇനിയിപ്പം 3-4 ദിവസം നല്ല വെയിലായിരുന്നു. വീണ്ടും മഴക്കാറൊക്കെ വരുന്നുണ്ട്, കാറ്റുമൊക്കെ വീശുന്നുണ്ട്. ചിലപ്പോൾ മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അന്നേരം അടിച്ചു വാരി കളഞ്ഞേക്കുവാണെങ്കിലേ വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും, നല്ല സുലഭമായിട്ട് ഒഴുകുകയും ചെയ്യും. അല്ലെ ഓവ് അടഞ്ഞു പോകുന്നേ. കഴിഞ്ഞ ദിവസം ഓവ് അടഞ്ഞിട്ട് കരിയില കയറി അടഞ്ഞിട്ടേ ഇങ്ങനെ കെട്ടി നിൽക്കുമായിരുന്നു വെള്ളം. ഇവിടെ ഇത് വേണ്ട ആ ഒരു ഓവ് കേട്ടോ. അപ്പം നമ്മുടെ സ്റ്റെയർ പിടിപ്പിച്ചത് ഇവിടെ നിന്നുള്ള ലുക്ക് താഴോട്ടുള്ളത് ഇങ്ങനെയാ കേട്ടോ. താഴെ നിന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് ശരിക്കും, ഇവിടെ നിന്നുള്ളതല്ല. അപ്പം നമ്മളത് അടുത്ത ഇപ്പോൾ പപ്പ അവിടെ നിന്ന് പെയിൻ്റ് അടിക്കുന്നേ ഉള്ളൂ. പപ്പായ്ക്ക് ഷർട്ടൊന്നും ഇല്ല, അതുകൊണ്ട് കാണിക്കാൻ പറ്റുമല്ലോ കേട്ടോ. പപ്പ ഫുള്ള് പെയിൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞ് എല്ലാം സെറ്റായി കഴിഞ്ഞ് കാണിച്ചു തരാം. ഇന്നും കൊണ്ട് അതിൻ്റെ സ്റ്റെയറിൻ്റെ പണിയെല്ലാം തീർന്നു. ഇവിടെ പണിക്കാരുണ്ടായിരുന്നു, ഒരു ചേട്ടനുണ്ടായിരുന്നു. അന്നേരം ഇന്നും കൊണ്ട് അതിൻ്റെ പരിപാടിയെല്ലാം തീർന്നു. അന്നേരം മഴയ്ക്ക് മുമ്പേ ഈ വെൽഡ് ചെയ്ത ഭാഗം ഒന്ന് പെയിൻ്റ് അടിക്കുവാണെങ്കിലേ തുരുമ്പെടുക്കാതിരിക്കും. ഫുള്ള് അടിക്കുന്നുണ്ട് നമ്മൾ കമ്പി ഫുള്ളേ, പക്ഷേ ആ വെൽഡ് ചെയ്ത ഭാഗം മാത്രം ഒന്ന് ഇപ്പം അടിച്ചു വെക്കാൻ നോക്കണ്ട, മഴയ്ക്ക് മുമ്പ് ഒന്ന് ഉണങ്ങാൻ വേണ്ടി. അന്നേരം കുട്ടനെ അവിടെ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാനിത് ഒന്ന് അടിച്ചു കളയാനായിട്ട് വന്നതാണ്. മാളക്കുട്ടി ഉറങ്ങുമായിരുന്നു, പിന്നെ എങ്ങനെ ഏറ്റു വന്നേ? ഞാൻ ഉറങ്ങുമല്ലായിരുന്നു, ചുമ്മാ കിടക്കുമായിരുന്നു. അപ്പടി ക്ഷീണ ഈ വീട്ടിൽ ഇരുന്ന് മുരഞ്ഞേ. എന്നാൽ ഇന്ന് ഞായറാഴ്ചയൊക്കെ അല്ലേ, നേരത്തെ വീട്ടിലെ പണിയൊക്കെ ചെയ്യുവാണെങ്കിൽ സിറ്റിക്ക് പോയൊരു ചായയൊക്കെ മേടിച്ചു തരാം. ചായ മാത്രമേ ഉള്ളൂ, പിന്നെന്താ. മാളക്കുട്ടി ഇരുന്നിരുന്ന് മടുത്ത് നടന്നു. 3-5 ദിവസമായിട്ട് ഇവിടെ വീട്ടിൽ ഇരുന്ന് മടുത്തു എന്നോട് പറയുന്നുണ്ട്. എന്നെ എങ്ങും കൊണ്ടുപോകുന്നില്ല, വെക്കേഷനായിട്ട് ആരുടെയും വീട്ടിൽ വിടുന്നില്ല, ഞാനിവിടെ ഇരുന്നിരുന്നു മടുത്തു, എന്നാ ചെയ്യാനാ, ചേട്ടായെ വിളിക്കണോ ചേച്ചിയെ വിളിക്കണോ എന്നൊക്കെ ചോദിച്ചു. ചേട്ടായ ഉണ്ടായിരുന്നപ്പോൾ ബോറടി ഇല്ലായിരുന്നു. ചേച്ചി കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നോണ്ടേ എനിക്ക് അത്രയും ബോറടി ഇല്ലായിരുന്നു. കാരണം എന്നേലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ ഒരു കുത്തും അങ്ങനെ നേരം പോവുമായിരുന്നേ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, എന്തോ ഒറ്റയ്ക്കായി പോയില്ലേ 2 പേരും പോയപ്പോഴത്തേക്കും. അതിങ്ങനെ ഒറ്റയ്ക്കായിട്ട് നിൽക്കുന്ന പിള്ളേർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. ഞാനും ഒക്കെ ഒറ്റയ്ക്കാ വളർന്നു വന്നേ. അന്നേരം ആരും ഇല്ല. നിനക്ക് വല്ലപ്പോഴും ചേച്ചിയും ചേട്ടനും. അയ്യ, അമ്മ അങ്ങനെയൊന്നുമല്ല. അമ്മയ്ക്ക് അമ്മയുടെ ചേട്ടൻ ഉണ്ടായിരുന്നു. ഇവര് പണ്ട് ആറിന്റെ തീരത്തൊക്കെ ആയിരുന്നു താമസിച്ചോണ്ടിരുന്നത്. ഇഷ്ടം പോലെ ആൾക്കാരായിരുന്നു, കൂട്ടുകാരൊക്കെ. എനിക്കിവിടെ കൂട്ടുകാർ ഇവിടെ എന്ന് പറയുമ്പോൾ ഈ ഒരു സൈഡിലേക്ക് പെൺപിള്ളേരേ ഇല്ല കേട്ടോ, ഫുൾ ആൺപിള്ളേരാ. എനിക്ക് അങ്ങനെ ഒരു കൂട്ടുകാരും ഇല്ല ഈ ഒരു ഭാഗത്തല്ല. പിന്നെ സ്കൂളിൽ പോകണമായിരുന്നു, ഇപ്പം സ്കൂൾ പഠിത്തം തീർന്നു പോയില്ലേ. സ്കൂളിൽ പഠിക്കുന്ന ആ സമയത്ത് നമ്മൾ വഴക്കും അലമ്പൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പിള്ളേരോട് നടക്കും. അന്നേരം ആ സമയങ്ങളിലാണ് നമ്മൾ കൂടുതൽ എൻജോയ് ചെയ്യുന്നത്. ടീച്ചർമാരും ഒക്കെ ഒത്ത് പിള്ളേരും ഒക്കെ ഒത്ത്. ഇപ്പൊ ഒന്ന് സ്കൂളിൽ പോകാനൊക്കെ ശരിക്കും പറഞ്ഞ ഒരു ഇതുണ്ട് കേട്ടോ. ഒന്നുകൂടെ 1-ാം ക്ലാസ്സിൽ 2-ാം ക്ലാസ്സും ഒക്കെ പഠിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടല്ലേ. എന്നാൽ ഇനിയിപ്പോൾ മുന്നോട്ടുള്ള പഠിത്തമൊക്കെ മാറ്റിയിട്ട് ഒന്നിക്കൊണ്ട് ചേർത്താൽ വേണ്ട. അപ്പൊ ഇങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ അടിക്കാൻ വേണ്ടി കിടക്കുക കേട്ടോ. അപ്പം അമ്മ ഇവിടെ കുറച്ചടിച്ച് കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പം യു ക്യാരി ഓൺ. 3-4 വട്ടം കൂട്ടി വെച്ചിട്ട് നമുക്ക് അടിച്ചു വാരിയും കൊണ്ട് പൊട്ടക്കകത്ത് വാരി കളയാം. അപ്പം ഞാൻ ഇവിടെ നിന്നാണ് ഡാൻസ് കളിച്ചത്. അപ്പം അതിന് കുറേ പേര് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ പേരെന്നല്ല, എൻ്റെ വീഡിയോ കണ്ട 3/4 പേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അയ്യോ അവിടെ നിന്ന് കളിക്കല്ലേ, പേടിയാവുന്നേന്ന്. തെറ്റിയാലേ പക്ഷെ ഞാൻ ഇങ്ങോട്ട് നീങ്ങി നിന്ന്. അപ്പൊ നമ്മുടെ ഇങ്ങനെ നോക്കുമ്പോ അതിന്റെ അറ്റത്താണെന്ന് തോന്നും, പക്ഷെ കൊറേ ഗ്യാപ്പ് ഉണ്ട് പിറകിലോട്ട്. പക്ഷെ മാളക്കുട്ടിയോട് ഇഷ്ടമുള്ളതാണ് എല്ലാരും അങ്ങനത്തെ ഒരു കമന്റ് ഇട്ടത്. പക്ഷെ എനിക്ക് ഒത്തിരി സന്തോഷമായത് പറഞ്ഞപ്പോ. അങ്ങനെ ഒത്തിരി കെയർ ആയിട്ട് വർത്താനം പറയാനായിട്ടേ, നമ്മളെ സ്നേഹിക്കാൻ അത്ര ആൾക്കാരുള്ളപ്പോ നമ്മൾ അവര് പറയുന്ന കേക്കണം. ചേച്ചിമാരോ അമ്മമാരോ ആന്റിമാരോ ഒക്കെ ആയിരിക്കാം. ഇഷ്ടംപോലെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയും സൈഡിലോട്ടല്ല, ഇവിടെ എന്തോ അമ്മ എന്റെ സെറ്ററൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വിരിച്ചിട്ടേക്കുന്നേ. അത് നമ്മൾ ഇതിന്റെ മണ്ടലേ ഈ പരിക്കനിട്ടപ്പം ആ ചേട്ടന്മാരെന്തോ തൂക്കാനായിട്ട് എന്നോട് ചോദിച്ചു. അത് പഴയതായിരുന്നല്ലേ? പഴയ ചേട്ടയുടെ സെറ്ററാ.
ഇടയ്ക്ക് ഈ ഓവം കണ്ട് അടച്ചു വെക്കാനായിട്ട് കട്ടി വരാൻ പറഞ്ഞേ. പക്ഷെ നല്ല സെറ്റാ, കൊച്ചിലത്തെ സെറ്ററാ കേട്ടോ. അതൊക്കെ ഇപ്പൊ കേറിയല്ല, അതുകൊണ്ട് അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നേ. ഇതിനിപ്പം താഴെട്ടിട്ടേ ആട്ടുംകൂട്ടിലെങ്ങാനും കൊണ്ടുവെക്കാം. ഇനിയിപ്പോ എന്തായാലും മൊയലും കൂട്ടിലെങ്ങാനും മഴ പെയ്യുമ്പത്തേനെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുമ്പം എടുക്കാം വെക്കാനൊക്കെ നല്ലതാ. കട്ടിയുള്ളതായോണ്ട് കൊണ്ട് താഴോട്ട് കൊണ്ടുവരണം. അലക്കി ഉണങ്ങിയെടുത്ത് വെച്ചാൽ മതി. അപ്പം നമ്മുടെ പറമ്പിൽ ഇതേ കോഴി ഒക്കെ കൂട്ടിക്കൂടെ നടപ്പുണ്ട്. പിന്നെ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ വാടോട്ട് നോക്കുമ്പോൾ പേടിയാവും കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ താഴോട്ട് നോക്കുമ്പോൾ നല്ല ദൂരം, നല്ല പൊക്കമുണ്ട് ടെറസിന്. ഇനിയിപ്പം നമുക്ക് പയ്യ സാവകാശമേ ഇതിൻ്റെ ആ സൈഡിൽ നിന്ന് ഇങ്ങനെ 2 കമ്പിയും കൂടെ പിടിപ്പിക്കണം. ഇതിൻ്റെ ഒരു ചുറ്റള. അപ്പോൾ എനിക്കാണേലും കയറി നടക്കാനും അങ്ങനെയൊന്നും ഒരു പേടി വരികയില്ല. അതൊരു പേടിയല്ലേ? എനിക്ക് പേടിയുണ്ട്. ഇങ്ങനെ സൈഡിൽ വന്നിട്ട് താഴോട്ട് നോക്കുമ്പോൾ എന്തോ ഒരു തരിപ്പ് വരും കാലിന്. പിന്നെ പേടിയാ, അന്നേരം പിന്നെ ഒന്ന് മാറും. ഞാനിങ്ങനെ പൊക്കമുള്ള സ്ഥലത്തൊന്നും കയറി നിൽക്കത്തില്ല കേട്ടോ. അല്ല പിന്നെ കൂടെ അത്രയും പപ്പ ഉള്ളപ്പോൾ ഒക്കെ കയറി നിൽക്കും, അല്ലാതെ ഞാൻ കയറി നിൽക്കുകയില്ല.